നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങിയാണ്. നമ്മുടെ കമ്പനി വക ട്രിപ്പാണ്. മസിനഗുഡി വഴി മൈസൂരിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും മസിനഗുഡി വഴി മൈസൂരിലേക്ക് കാണാം. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ സിസ്കോ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് ടൂർ പോകാറുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ടൂറ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മസിനഗുഡി വഴി മൈസൂരിലേക്കാണ് യാത്ര. അടിപൊളി വൈബുള്ള കാഴ്ചയാണ്, കണ്ടു നോക്കിക്കോളൂ. കണ്ടതിൽ പിന്നെ അനുരാഗമുണ്ടെന്നു ഞാനറിഞ്ഞു, അതിലുള്ള വേദന ഞാനറിഞ്ഞു. പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലർ. ുകൊണ്ടുറക്കമായോ വിരഹത്തിൽ ചോടുമ്പോ പ്രിയകൊണ്ട് നിന്നെ ഇതിലെല്ലാവരും ഒന്നും പാട്ട് പഠിച്ചിട്ട് പാടുന്നൊന്നുമല്ല കേട്ടോ. ഒരു വൈബിന് വേണ്ടിയിട്ടാണ് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചാളാ. നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട. ചില്ലി തുള്ളി തുള്ളിയൊഴുകും കാറ്റൊഴുകി പറയാമോ സംഗമം സംഗമം. സാധാരണ എല്ലാവരും മസിനഗുഡി വഴി ഊട്ടിയിലേക്കാണ് യാത്ര ചെയ്യുക. ഞങ്ങൾ നേരെ തിരിച്ച് മസിനഗുഡി വഴി മൈസൂറിലേക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് മൈസൂർ പോകുമ്പം മസിനഗുഡിയിലോട്ട് പോയെന്നല്ലേ? വീഡിയോ കണ്ടോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മസിനഗുഡി വഴി മൈസൂറിലേക്ക് പോകുക എന്നുള്ളത്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എപ്പിസോഡുകളായിട്ടായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വലിയ വീഡിയോ ആണ്. ഇതിങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളായിട്ട്
നിങ്ങളുടെ മുന്നിലോട്ടാണ് എത്താൻ പോകുന്നത്. ഹലോ 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 എന്റെ വീട്ടിൽ ഞാനത് ഇതിൻ്റെ മ്യൂസിക്കിനൊക്കെ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇതിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ നിങ്ങളത് പുറത്ത് തന്നേക്ക്. കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അഡീഷണൽ മ്യൂസിക്കൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഹലോ 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 എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളേനെ കൊള്ളുള്ള ഇന്നുന്ന പാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. എന്റെ പൊന്നാരെ എന്നെയും ഓർത്തിടണേ. കോളേജിൽ പോകുമ്പോ മുഖം കാണുമ്പോ എന്നെയും ഓർത്തിടണേ. ൊളിച്ചാലും പാലിൽ പൊളിച്ചാലും കാക്ക വെളുക്കില്ലേടി എന്റെ പൊന്നാരെ, കാക്ക വെളുക്കില്ലേടി. പൊളിച്ചാലും പാലിൽ പൊളിച്ചാലും കാക്ക വെളുക്കില്ലേടി എന്റെ പൊന്നാരെ, കാക്ക വെളുക്കില്ലേടി.
നമ്മളിപ്പോൾ നിലമ്പൂർ ഫർസ ഹോട്ടലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം 10-11 മണിയായി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പം മസിനഗുഡി വഴി മൈസൂർ ഹോട്ടലിലെ യാത്ര തുടരുകയാണ്. നമ്മളെ ഇപ്പം നാടുകാണി ചുരത്തിലൂടെയാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നാടുകാണി ചുരം, വഴിക്കടവ് ചുരം എന്നൊക്കെ പറയാം. ആ ചുരമാണ്. ഇക്കടവിൽ നിന്നും തമിഴ്നാട്ടിലോട്ടുള്ള യാത്രയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് ഈ ചുരം വഴിക്ക് പോകുമ്പം ഒന്ന് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ലിറ്ററിൻ്റെയോ 1/2 ലിറ്ററിൻ്റെയോ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകരുത്. പിന്നെ ലിക്കർ കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ കൊണ്ടുപോയാൽ അവർ പിടിക്കും. ചിലപ്പം ഫൈനടിക്കാനും സാധ്യതയുണ്ട്. ഞങ്ങളെ പോലീസ് പിടിച്ചത് ഞങ്ങളുടെ അടുത്ത് 5 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു, 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. 1 ലിറ്ററിൻ്റെ ഒരു 10ഓളം ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ കടന്നു പോയി. മുകളിലെത്തിയപ്പോൾ പോലീസ് ചെക്ക് ചെയ്തു. ഗൂഡല്ലൂരിൽ അവിടുന്ന് നമ്മുടെ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ മൊത്തം പോലീസ് പിടിച്ചിട്ട് പോയി.
ഇവിടെ നിന്നുമാണ് നമ്മുടെ 12 വാട്ടർ ബോട്ടിലുകൾ പോലീസ് പിടിച്ചത്. 1 ലിറ്ററിൻ്റെ 12 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. അത് മൊത്തം പോലീസ് പിടിച്ചിട്ട് പോയി. അപ്പോഴേ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. മസിനഗുഡി വഴി മൈസൂറിലേക്ക് യാത്ര വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. മനോഹരമായ കാഴ്ചകൾ. അപ്പം ടാറ്റാ, ബൈ ബൈ.